Breaking news at this point, but thank you for joining me. Now, PM Modi is addressing a public rally in Thiruvananthapuram, Kerala. Let's cut across. इस पावन भूमि पर आना मेरा बहुत बड़ा सौभाग्य है। मैं संत श्री नारायण गुरु जी के ज्ञान, महात्मा अयंकली के मार्गदर्शन और मन्नथु पद्मनाभन जी के निस्वार्थ सेवा भाव का भी वंदन करता हूं। आज वसंत पंचमी सरस्वती पूजा का पावन पर्व भी है। ये महामाघ महोत्सवम उसका भी समय है। मैं केरला के लोगों को इन पर्वों की हार्दिक शुभकामनाएं देता हूं। आज नेताजी सुभाष चंद्र बोस जी की जन्म जयंती भी है। हम इसे पराक्रम दिवस के रूप में मनाते हैं। मैं सभी देशवासियों को पराक्रम दिवस की बहुत बहुत बधाई देता हूं। നമസ്കാരം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണിൽ വരിക എന്നത് എന്റെ സൗഭാഗ്യമാണ്. നാരായണ ഗുരുദേവന്റെ അറിവിന് മുന്നിൽ, മഹാത്മാ അയ്യൻകാളിയുടെ മാർഗദർശനത്തിനു മുന്നിൽ, മന്നത്ത് പത്മനാഭന്റെ നിസ്വാർത്ഥ സേവനത്തിനു മുന്നിൽ ഞാൻ നമസ്കരിക്കുന്നു. ഇന്ന് വസന്ത പഞ്ചമി ദിവസമാണ്. സരസ്വതി പൂജയുടെ പാവനമായ ദിവസം കൂടിയാണ് ഇന്ന്. അതോടൊപ്പം മഹാമാഘ മഹോത്സവവും നടക്കുകയാണ്. എല്ലാ മലയാളികൾക്കും ഈ മഹോത്സവങ്ങളുടെ എല്ലാ പേരിലുള്ള എല്ലാ നന്മകളും ഞാൻ നേരുകയാണ്. അതോടൊപ്പം ഇന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിവസമാണ്. ഇന്ന് രാജ്യം അദ്ദേഹത്തിന്റെ ജന്മദിന ദിവസത്തെ പരാക്രമ ദിവസം എന്ന പേരിലാണ് ആഘോഷിക്കുന്നത്. രാജ്യത്തെ എല്ലാവർക്കും നേതാജിയുടെ ജന്മദിനമായ പരാക്രമ ദിവസത്തിന്റെ ആശംസകളും ഞാൻ നേരുകയാണ്. मुझे लगता है कोई इफेक्ट आ रही है। जो माइक वाले हैं जरा उसको ठीक करें। മൈക്ക് ये संगीत पार्टी में तो इको इफेक्ट चाहिए, यहां क्या जरूरत है? समझाइए इनको। പറയുന്ന പരിഭാഷപ്പെടുത്തുന്നത് വളരെ ഇഫക്റ്റീവ് ആയിട്ട് കേൾക്കുന്നില്ല, നല്ല രീതിയിൽ കേൾക്കുന്നില്ല. മൈക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. എക്കോ കുറച്ചാൽ മതി. എക്കോ. मैं मेरा भाषण शुरू करने से पहले आज मेरे लिए बहुत भावुक पल है। लाखों कार्यकर्ताओं का परिश्रम रंग ला रहा है। आज मैं सबसे पहले केरला की तिरुअनंतपुरम की जनता को, हमारे लाखों समर्थकों को, साथियों को मेरा भाषण शुरू करने से पहले बहुत ही आदरपूर्वक नमन करना चाहता हूं। ഇന്ന് ഈ തിരുവനന്തപുരത്തെ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ ഏറെക്കാലത്തെ പ്രയത്നം നിറമണിഞ്ഞിരിക്കുകയാണ്. ഞാൻ എന്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുൻപ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക്, ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഏറെ ആദരപൂർവ്വം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സാദര നമസ്കാരം അർപ്പിക്കുന്നു. बोलो भारत माता की, बोलो भारत माता की, बोलो भारत माता की जय. जय नरेंद्र मोदी, जय. आपका स्वागत गर्मजोशी से भरा होता है और आज आपका उत्साह और भी स्पेशल है। आज मुझे यहां एक नई ऊर्जा दिख रही है। आज मुझे
यहां एक नई होप दिख रही है। आपका ये जोश, ये विश्वास दिलाता है कि अब केरला में परिवर्तन होकर रहेगा। സുഹൃത്തുക്കളെ, और साथियों, कुछ यहां जो लेफ्टिस्ट इकोसिस्टम होगा, उनको शायद आज मेरी बात गले नहीं उतरेगी, लेकिन मैं आपको बड़ी मजबूती के साथ, तथ्य और तर्क के साथ मेरी इस बात की ताकत क्या है वो बताना चाहता हूं। 1987 के पहले गुजरात में बीजेपी एक हाशिए की पार्टी थी, अखबार में 2 लाइन भी नहीं छपती थी। 87 में पहली बार भाजपा ने अहमदाबाद म्युनिसिपल कॉरपोरेशन में विजय प्राप्त की, जैसे आज आपने तिरुवनंतपुरम में विजय प्राप्त की है। और वहीं से गुजरात में जो सिलसिला चला, लोगों ने हमारे काम को देखा, हमारे आचरण को परखा, और उसका परिणाम है कि आज पिछले कई दशकों से वहां की जनता ने हमें सेवा का मौका दिया था। शुरुआत एक शहर से हुई थी, केरला में भी शुरुआत एक शहर से हुई है, और इसलिए मैं कहता हूं अब केरला भारतीय जनता पार्टी पर अभूतपूर्व विश्वास करके हमारे साथ जुड़ चुका है। പ്രിയപ്പെട്ടവരെ, ഞാൻ കേരളത്തിൽ വരുമ്പോഴെല്ലാം നിങ്ങൾ സ്നേഹം നിറഞ്ഞ ഊഷ്മളമായ സ്വീകരണമാണ് എനിക്ക് നൽകാറുള്ളത്. എന്നാൽ ഇത്തവണ നിങ്ങളുടെ ആവേശം ഏറെ പ്രത്യേകതയുള്ളതാണ്. ഇന്ന് നിങ്ങളിൽ ഒരു പുതിയ ഊർജ്ജം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളിൽ ഇന്ന് ഒരു പുതിയ പ്രതീക്ഷ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ ഈ ആവേശം കാണുമ്പോൾ എനിക്കുറപ്പാണ് കേരളത്തിൽ ഇത്തവണ പരിവർത്തനമുണ്ടാകുക തന്നെ ചെയ്യുമെന്ന കാര്യം എനിക്കുറപ്പാണ്. ഞാൻ എന്റെ എല്ലാ ഉറപ്പോടും കരുത്തോടും കൂടി നിങ്ങളോട് പറയുന്നു, 1987 മുൻപ് ഗുജറാത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളത് തോൽവികൾ ഏറ്റുവാങ്ങുന്ന ഒരു പാർട്ടി മാത്രമായിരുന്നു. പത്രത്താളുകളിൽ പോലും ഇടം പിടിക്കാൻ പറ്റില്ലാത്ത ഒരു പാർട്ടിയായിരുന്നു. 1987 ആദ്യമായി അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയാണ് ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചത്. അതുപോലെ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലും നാം വിജയം നേടിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഗുജറാത്ത് തുടങ്ങിയത്. ഗുജറാത്തിലെ ജൈത്രയാത്ര അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് നാം തുടങ്ങിയത്. ആ അഹമ്മദാബാദിലെ ജനങ്ങൾ, ഗുജറാത്തിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം കണ്ടു, അവരതിനെ വിലയിരുത്തി. അതിനുശേഷം അവർ നമുക്ക് തുടർച്ചയായി അവരെ സേവിക്കാനുള്ള അവസരം തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പട്ടണത്തിൽ നിന്ന് തുടങ്ങിയ ജൈത്രയാത്രയാണ് ഇന്ന് നാം ഗുജറാത്തിൽ തുടർച്ചയായി ഭരിക്കുന്നതിൽ എത്തി നിൽക്കുന്നത്. അതേപോലെ ഇന്ന് കേരളത്തിലും നാം ഒരു പട്ടണത്തിൽ നിന്ന് തുടങ്ങുകയാണ്. എനിക്കുറപ്പുണ്ട്, ഇന്ന് കേരളം ഭാരതീയ ജനതാ പാർട്ടിയെ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. मेरे साथ बोलिए, भारत माता की ജയ്, भारत माता की ജയ്, भारत माता की ജയ്. एनडीए സുഹൃത്തുക്കളെ, तिरुवनंतपुरम में बीजेपी की जीत साधारण नहीं है, यह ऐतिहासिक है, अभूतपूर्व है। तिरुवनंतपुरम ने केरला में बीजेपी सरकार की नींव डाल दी है। तिरुवनंतपुरम नगर निगम में आपने बीजेपी को सेवा करने का अवसर दिया। इसकी गूंज केरल में ही नहीं बल्कि पूरे देश में सुनाई दे रही है।
ये गुड गवर्नेंस के लिए काम करने वाली पार्टी की जीत है। ये जीत विकसित केरला बनाने के संकल्प की जीत है और ये जीत एलडीएफ और यूडीएफ के करप्शन से केरला को मुक्त करने के कमिटमेंट की जीत है। मैं बीजेपी पर भरोसा जताने के लिए यहां के हर मतदाता का, एवरी वोटर का अभिनंदन करता हूं। नन्हे തിരുവനന്തപുരം പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം അസാധാരണമാണ്, ഐതിഹാസികമാണ്, അത്ഭുതപൂർവമാണ്. കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിന് തിരുവനന്തപുരം അടിത്തറയിട്ട് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾ നിങ്ങളെ സേവിക്കാൻ ഒരവസരം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ബിജെപിയുടെ വിജയകാഹളം കേരളത്തിൽ മാത്രമല്ല രാജ്യം മുഴുവൻ ഇന്ന് അലയടിക്കുകയാണ്. ഇത് സദ്ഭരണത്തിനായി യത്നിക്കുന്ന പാർട്ടിയുടെ വിജയമാണ്. വികസിത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള വിജയമാണിത്. ഇടത് വലത് അഴിമതി ഭരണത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുമെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള വിജയം കൂടിയാണ് ഇത്. ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച തിരുവനന്തപുരത്തെ ഓരോ വോട്ടറെയും ഞാൻ അഭിനന്ദിക്കുന്നു. തിരുവനന്തപുരത്തിന് നന്ദി, നന്ദി തിരുവനന്തപുരം. मैं देख रहा हूं एक छोटा बच्चा और कब से खड़ा है हाथ ऊपर करके। बेटे थक जाओगे, आप अपना चित्र मुझे दे दीजिए, पीछे अपना एड्रेस वगैरह लिख लीजिए, मैं आपको चिट्ठी लिखूंगा और मैं एसपी जी को कहूंगा कि इस बच्चे का जो प्यार है, आशीर्वाद है, वो जरूर ले लीजिए। എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ ഒരു यहाँ ये मैडम भी कुछ देना चाहती है लग रहा है, वो बड़ा किताब बना करके लाई लगती है। എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ ഒരു കൊച്ചുകുഞ്ഞ് കുറെ നേരമായി ഒരു ചിത്രം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നുണ്ട്. മകനെ, നിന്റെ കൈ കഴിക്കും, അവിടെ ഇരിക്കുക. ഞാൻ ഇവിടെ എസ് പി ജിയോട് പറയുന്നുണ്ട്, നിന്റെ ആ ചിത്രം ഇവിടെ ഏൽപ്പിക്കുക. ആ ചിത്രം തരുമ്പോൾ അതിന്റെ പിറകിൽ നിന്റെ അഡ്രസ്സും മകന്റെ കുഞ്ഞിന്റെ അഡ്രസ്സ് കൂടി അതിൽ എഴുതണം. ഞാൻ കുഞ്ഞിനെ കത്തയക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു മാഡം ഏതോ ഒരു പുസ്തകം ഉയർത്തിപ്പിടിക്കുന്നത് കാണുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലായില്ല. जरा कोई कलेक्ट कर ले इसको। ആരെങ്കിലും അതൊന്ന് കളക്ട് ചെയ്യണം. मैं जानता हूं, मैं देश भर में जहां भी जाता हूं, बहुत से युवा, बहुत से बालक अपनी भावना प्रकट करते हैं और मैं जानता हूं कि इसके बाद कुछ मुझको विशेष प्रेम करने वाले लोग भांति भांति के रील बनाते हैं, कोई इसको प्री प्लान बड़ा ड्रामा है ऐसा कहते हैं। ये सारी गालियां मैं सुनता हूं। क्यों? क्योंकि मैं आपके प्यार को समझता हूं, इन छोटे छोटे बच्चों की भावनाओं को समझता हूं और इसलिए रील बनाने वालों की गालियां तो खाता रहूंगा, लेकिन अगर किसी बच्चे ने 2 दिन 3 दिन इस प्रकार से प्यार से मेहनत की है, मैं उसका अपमान नहीं कर सकता, मैं इसको दुखी नहीं कर सकता। रील जितने ही बनने हैं बन ले, जनता के प्रति मेरी जो जिम्मेवारी है और जनता का मेरे प्रति जो भाव है, वो इन रील से हजारों लाखों गुना अधिक ताकतवर है। ഞാൻ രാജ്യത്തെ എല്ലായിടത്തും പോകുന്നിടത്ത്, രാജ്യത്തെ വിവിധ പരിപാടിയിൽ പങ്കെടുക്കുന്നിടത്ത് എല്ലായിടത്തും യുവാക്കളും കുട്ടികളുമൊക്കെ അവരുടെ സ്നേഹം പല രീതിയിൽ പ്രകടിപ്പിക്കാറുണ്ട്. അവരുടെ സ്നേഹം ചിത്രങ്ങളായും പലവിധങ്ങളായ അവരുടെ ക്രിയേഷനായും ഒക്കെ എനിക്ക് കിട്ടാറുമുണ്ട്. പക്ഷേ അതിനെയൊക്കെ റീൽസിൽ കൂടിയൊക്കെ അപമാനിക്കുന്നവരും ഇതൊക്കെ ഡ്രാമയാണ് എന്ന് പറയുന്നവരുമൊക്കെ ഈ രാജ്യത്തുണ്ട്. അതൊക്കെ അവിടെ നടക്കട്ടെ. പക്ഷേ എന്നെ സ്നേഹിക്കുന്നവരോട്, എന്നെ വിശ്വസിക്കുന്നവരുടെ സ്നേഹത്തെ ഞാൻ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ എത്ര റീൽസ് ഉണ്ടാക്കി അപമാനിക്കാൻ ശ്രമിച്ചാലും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ റീൽസ് ഉണ്ടാക്കിക്കൊള്ളൂ. അതിലും എത്രയോ
1000 മടങ്ങാണ് ഈ രാജ്യത്തെ ജനങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം. അവരോട് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരുടെ സ്നേഹത്തോട് 1000 മടങ്ങ് എനിക്ക് വിധേയത്വമുണ്ട്. साथियों, तिरुवनंतपुरम के साथ दशकों से एलडीएफ और यूडीएफ ने बहुत अन्याय किया है. लेफ्ट और कांग्रेस ने, करप्शन ने तिरुवनंतपुरम को बेसिक सुविधाओं में भी पीछे रखा. लेकिन अब ऐसा नहीं होगा. यहां बीजेपी की हमारी टीम ने विकसित तिरुवनंतपुरम के विजन पर काम करना शुरू कर दिया है. मैं तिरुवनंतपुरम की जनता से कहूंगा, आप विश्वास रखिए. मारा तदीनी मारूम. जो अब तक नहीं बदला वो अब बदलेगा. तिरुवनंतपुरम पूरे देश के लिए एक मॉडल सिटी बनेगा. I extend my full support to make Thiruvananthapuram one of the best cities of India. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 7 പതിറ്റാണ്ടായി ഇടത് വലത് മുന്നണികൾ തിരുവനന്തപുരത്തോട് അനീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ അഴിമതി മൂലം തിരുവനന്തപുരം അടിസ്ഥാന സൗകര്യ മേഖലയിൽ പോലും പിന്നാക്കം പോയി. എന്നാൽ ഇനി മുതൽ അങ്ങനെയാവില്ല. വികസിത തിരുവനന്തപുരം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി പരിശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്തെ ജനങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വിശ്വസിക്കാം, മാറാത്തത് ഇനി മാറും. ഇതുവരെ മാറാത്തത് എന്തായിരുന്നു, അത് മാറി തുടങ്ങിയിട്ടുണ്ട്. മുഴുവൻ രാജ്യത്തിനും മാതൃകയായി തിരുവനന്തപുരം ഇനി മാറുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച നഗരമാകാനുള്ള തിരുവനന്തപുരത്തിന്റെ പരിശ്രമത്തിന് ഞാൻ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. एनडीए शोरतगढ़े आने वाले चुनाव केरला की दशा और दिशा को बदलने का चुनाव है. जब केरला के फ्यूचर की बात आती है तो आपने अब तक 2 पक्ष ही देखे हैं. एक तरफ एलडीएफ और दूसरी तरफ यूडीएफ, और इन दोनों ने बारी बारी से केरला को तबाह किया है. लेकिन एक तीसरा पक्ष भी है. वो पक्ष डेवलपमेंट का है, गुड गवर्नेंस का है, बीजेपी एनडीए का है. एलडीएफ और यूडीएफ के लोगों ने केरला को करप्शन, कुशासन और अपीजमेंट की खतरनाक राजनीति में झोंक दिया है. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിന്റെ തലവരെയും ഭാവിയും മാറ്റാൻ പോകുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ നടക്കാൻ പോകുന്നത്. സാധാരണഗതിയിൽ കേരളത്തെ പറ്റി സംസാരിക്കുമ്പോൾ, കേരളത്തിന്റെ ഭാവിയെ പറ്റി പറയുമ്പോഴൊക്കെ നാം 2 പക്ഷത്തെ പറ്റി മാത്രമായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. 2 പക്ഷത്തെ മാത്രമായിരുന്നു നാം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. ഒരു വശത്ത് ഇടതുപക്ഷം, മറുവശത്ത് വലതുപക്ഷം. ഇവർ രണ്ടുപേരും കൂടി കേരളത്തെ മാറി മാറി ഭരിച്ച് തകർത്തെറിഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇനി മുതൽ മൂന്നാമതൊരു പക്ഷം കൂടിയുണ്ട്. ആ പക്ഷം വികസനത്തിന്റെ പക്ഷമാണ്, സദ്ഭരണത്തിന്റെ പക്ഷമാണ്, ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന എൻഡിഎയുടെ പക്ഷമാണ്. ഇടതു വലതു മുന്നണികൾ കേരളത്തെ അഴിമതിയിൽ, ദുർഭരണത്തിൽ, അപകടകരമായ പ്രീണന രാഷ്ട്രീയത്തിലൊക്കെ മുക്കി തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, एलडीएफ और यूडीएफ, इन दोनों के झंडे अलग है, सिंबल अलग है, लेकिन इनकी पॉलिटिक्स, इनका एजेंडा एक ही है.
And with that, let me go across to my colleague Uday Pratap Singh for the latest news from Maharashtra.